നമ്മൾ പലപ്പോഴായിട്ട് പറയാൻ ചാൻസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കട്ടോ. അതായത് എനിക്ക് ഒരു റിലേഷൻഷിപ്പൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് വില്ലിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമുക്കെന്തോ അവരോട് കാര്യമായിട്ടൊന്നും ഫീലൊന്നും തരാറില്ല, അല്ലെങ്കിൽ നമുക്ക് അവരൊരു സ്പാർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്. പക്ഷേ നേരെ മറിച്ച് നമ്മളെ കെയർ ചെയ്യാത്ത, നമ്മുടെ മെസ്സേജിന് പോലും ഒന്ന് റിപ്ലൈ പോലും തരാത്ത, പ്രോപ്പറായിട്ട് നമ്മളൊന്ന് മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളുടെ ബാക്കിൽ നമ്മളിങ്ങനെ ഓടി ഓടി പോവും എന്നൊക്കെ ഉള്ളത്. അവർ എന്തെങ്കിലുമൊക്കെ എപ്പോഴേലൊക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി എന്നുള്ളതൊക്കെ. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന ആളുകളുടെ പിറകെ ഇങ്ങനെ പോകുന്നേ എന്നുള്ളത്? ഇത് വെറും ഒരു ലവ് എന്നൊന്നും അല്ല, ഇതിന് പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് തിയറിനെ കുറിച്ചിട്ടാണ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് തിയറിയിലേക്ക് അധികം ബ്ലാ സംസാരങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. യെസ്, അറ്റാച്ച്മെൻറ്റ് തിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ വളർന്നു വന്നതും അത്തരം സാഹചര്യങ്ങളൊക്കെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വരണേ. 1980 ജോൺ ബോൾബി എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആളാണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ ചരിത്രമൊക്കെ പറയുന്നതെന്ന് വിചാരിക്കേണ്ടാവും. എന്തായാലും ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചൊരു നിങ്ങളോട് പറയാൻ എന്ന് തോന്നി. എന്തായാലും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജോൺ ബോബി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ജോൺ ബോബി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ്, ആ ആളാണ് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് തിയറി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചിട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങളുണ്ടല്ലോ, ആ ഒരു വർഷങ്ങളിൽ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെങ്ങനെയാണോ നോക്കി, അല്ലെങ്കിൽ നമ്മളെ വളർത്തിയ ആളുകൾ അവരെങ്ങനെയാണോ നമ്മൾ പെരുമാറിയത് എന്ന് ആശ്രയിച്ചിട്ടായിരിക്കും നമ്മളുടെ എൻറ്റയർ റിലേഷൻഷിപ്പുകളും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. പ്രധാനമായിട്ടും 3 തിയറിയാണുള്ളത്, അല്ലെങ്കിൽ 3 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണുള്ളത്. അതായത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്, അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ്. സെക്യൂർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ലവും അല്ലെങ്കിൽ ലവ് സേഫ്റ്റിയും ഒക്കെ കിട്ടിയിട്ട് വളർന്നു വന്ന ആൾക്കാർ എന്നുള്ളത്. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സ്നേഹം കിട്ടുമോ ഇല്ലയോ എന്ന് പേടിച്ച് വളർന്നു വന്നവർ എന്നുള്ളത്. അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരു ബാധ്യതയായിട്ടൊക്കെ കണ്ടു വളർന്ന ആളുകൾ എന്നുള്ളത്. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും ആ ഒരു സമയത്ത് നിങ്ങളിത് മനസ്സിലാക്കുന്ന സമയത്ത് തീരും എന്നാണ് പറയുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യെസ്, സോ ദി ആങ്ഷ്യസ് ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്ഡ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവാം? നമ്മൾ ഒരു മെസ്സേജിന് റിപ്ലൈ വരാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് വേറെ ആരോടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് പോവുമോ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവരോട്. അല്ലെങ്കിൽ നമുക്കൊരു റീഅഷുറൻസ് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻറ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി പലപ്പോഴും മറ്റേ ആളെ ശ്വാസം മുട്ടിക്കാറുണ്ട് എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി, നമ്മളിങ്ങനെ ഉപേക്ഷിക്കപ്പെടുമോ, ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് എന്നാ പറയുക. അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് മുറുക്കി പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കും എന്നുള്ളത്. നിങ്ങൾ ഓടുന്നവരുടെ പിന്നാലെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരകന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അവർ അടുത്തുണ്ടാവുമ്പോൾ അല്ല, അവർ ദൂരെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്നേഹം തിരിച്ചറിയണേ എന്നുള്ള നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ട ചിന്തകൾക്ക് മാത്രമാണ്. അല്ല, ആ ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്തിരിക്കുന്ന ആളെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെക്കാളും ദൂരെ പോകുന്ന ആളോട് സ്നേഹം തോന്നണേ, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ അടുത്ത് നമുക്കൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നണേ എന്നുള്ളത്.
ആൻഡ് വേറൊരു ടൈപ്പാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയണത്. അതായത് ഇവർ മറ്റേ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ആൾക്കാരുടെ പിറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുകയാണ് എന്നുള്ളതാണ്. അതിനാണ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുക. അതായത് ഇവർ റിലേഷൻഷിപ്പിൽ നിന്ന് ഓടി അകലാനായിട്ട് ശ്രമിക്കും. ആരെങ്കിലും അടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സീരിയസ് ആവുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ തോന്നും എന്നുള്ളത്. എൻ്റെ ഫ്രീഡം പോവോ, ഇവരെന്നെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. ഇവർ സ്നേഹം കാണിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇവരാരെയും അടുപ്പിക്കില്ല. അല്ലെങ്കിൽ മറ്റേ ആൾ കൂടുതൽ സ്നേഹം ആവശ്യപ്പെടുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് വിഡ്രോവൽ ഒരു സൈൻസും കാര്യങ്ങളൊക്കെ കാണിക്കും എന്നുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഇവർ എപ്പോഴും സ്നേഹത്തെ ഭയങ്കരമായിട്ട് ഒരു ട്രാപ്പ് പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. നമ്മൾ കൂടുതൽ വേഗത്തിൽ ഇവർ പിന്നാലെ ഓടുമ്പോൾ അവരും കൂടുതൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്ഷ്യസ് ടൈപ്പും ഈ അവോയ്ഡൻറ്റ് ടൈപ്പും, ഈ രണ്ടാൾക്കാരും കണ്ടുമുട്ടുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കണേ. അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പുകളും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവണത്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് പല ആൾക്കാർക്കും ഈ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലെ ആൾക്കാർ ഒരുമിക്കുമ്പോഴാണ് ഒരു പ്രശ്നം വരണേ. ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് ട്രാപ്പ് എന്നാണ് ഇതിന് പറയുക. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓടാനായിട്ട് പിന്നാലെ ഒരാൾ വേണം എന്നുള്ളതാണ്. ഈ പിറകെ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഓടാനായിട്ട് മുന്നിൽ ഒരാൾ വേണം, അവരുടെ ബാക്കിൽ ഓടാനായിട്ട് മുന്നിൽ ഒരാൾ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വളർന്ന ആളുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാഗ്നറ്റ് പോലെ ഇങ്ങനെ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാൾ വിചാരിക്കും, ഓക്കെ ഞാൻ കൂടുതൽ സ്നേഹിച്ചാൽ അവൻ മാറും എന്നുള്ളത്. അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരാൾ വിചാരിക്കും, ഇവളെന്തിനാ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കണേ എന്നുള്ളത്. ഇത് ഒരു ലൂപ്പ് പോലെയൊക്കെയാണ് ഇത് പോവുക എന്നുള്ളതാണ്. ഒരാൾ അടുത്ത് വരുന്നു, മറ്റൊരാൾ വീണ്ടും ഓടുന്നു, അയാൾ ദൂരെ പോകുമ്പോൾ ഇയാൾ പിന്നാലെ ഓടുന്നു. ഇങ്ങനെ ഇതിനൊരിക്കലും ഒരു ലവ് ആയിട്ട് കണക്ക് കൂട്ടരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത് ഒരു ഇൻസെക്യൂരിറ്റി ഡാൻസ് ആണ്. നിങ്ങൾ പിന്നാലെ ഓടുന്നത് അവരെത്ര നല്ലവരായതുകൊണ്ടൊന്നും അല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിൽ ആ ഒരു പഴയ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മുറിവുകൾക്കൊക്കെ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ, ഈ ഒരു ഓട്ടം എന്നുള്ളതാണ്. എന്നെ വേണ്ടാന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് ഓക്കെ എന്നെ സ്നേഹിപ്പിക്കാനായിട്ട് പറ്റും എന്ന് തെളിയിക്കാനുള്ള സ്വയം നമുക്കൊരു വാലിഡേഷൻ വേണം, അല്ലെങ്കിൽ നമ്മളത് എത്തണം. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാവും, ഓക്കെ അവർ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വരുത്തും എന്നുള്ളതൊക്കെ. ആ ഒരു ചിന്തയാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് മാറണേ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതിനൊരു സൊല്യൂഷനൊന്നും ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സൊല്യൂഷനുണ്ട്. മാറേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആദ്യം നമ്മൾ മിസ് ചെയ്തൊരവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു, അതുപോലെ തന്നെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ടൈപ്പിനെ കുറിച്ചിട്ടും പറഞ്ഞു. അതിന് മുന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതായിരുന്നു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടേ? നമ്മൾ ആദ്യം നമ്മുടെ പാറ്റേൺ എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അടുത്ത തവണ ഒരാൾ നമ്മളുടെ അടുത്ത് നിന്ന് ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഓടുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒന്ന് നിന്നിട്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, എന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ കളയണേ? ആൻഡ് സെക്കൻഡ് വൺ, ചൂസ് കൺസിസ്റ്റൻസി ഓവർ കെമിസ്ട്രി. നമ്മൾ ഈ പറയുന്ന സ്പാർക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ ആങ്സൈറ്റി മാത്രമാണ്. നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു പീസ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അത് തോന്നിക്കുന്ന, നിങ്ങൾ സേഫാണെന്ന് തോന്നിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറയണത് അതൊരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, അതെപ്പോഴും ഒരു തണലായിരിക്കണം എന്നുള്ളതാണ്. ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ സ്നേഹിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഓടേണ്ടി വരില്ല. അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, കൂടെ നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഓട്ടം ഇവിടെ നിർത്തുക. നിങ്ങൾ അറിയിക്കുന്നത് ശരിക്കുള്ളൊരു സ്നേഹമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം പലരും എൻ്റെ DM വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ച് സംസാരിക്കാവോ എന്നുള്ളത്. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഇത് മൂന്നുമാണ്. നമ്മൾ എത്തേണ്ടത് ആ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യരുത്. നമ്മൾ റിലേഷൻഷിപ്പ് നമ്മുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ലേബിൾ ചെയ്യുന്ന സമയത്ത്
നമ്മളതിൽ നിന്ന് പുറത്ത് കിടക്കാതാവുകയാണ് ചെയ്യണത്. അതിന് പകരമായിട്ട് ഓക്കെ എനിക്ക് ഇന്നൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഫൈൻ, എനിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഞാൻ ഇന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വേണം എന്ന് നമ്മൾ സ്വയം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടുതൽ അക്ഷയ പ്രകാശാണ്. എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുക. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ.